بسم الله الرحمن الرحيم الحمد لله وبه نستعين وصلى الله وسلم وبارك على نبينا محمد وآله وصحبه أجمعين وبعد പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ തുറകളിലും പുലർത്തിപ്പാലിച്ച് റബ്ബിനെ ഭയപ്പെട്ട് ജീവിക്കാൻ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ഓതുകയാണ്. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അവലൻ ഹയ്യിക്കും ബി തഹിയ്യത്തുൽ ഇസ്ലാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവരും രണ്ട് പ്രസംഗങ്ങൾ കേട്ടിരിക്കുന്നത് കൊണ്ട് ഇനി എങ്ങനെയാണ് ഇപ്പം ഇത് കേൾക്കുക എന്നുള്ളത് എനിക്കറിയില്ല. ഞാനിനി പറയാൻ പോകുന്ന കാര്യങ്ങൾ കുറച്ച് കട്ടിയുള്ളതാണ്, പക്ഷേ അനിവാര്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതും പഠിക്കേണ്ടതുമായ കാര്യങ്ങളാണ്. മഖാസിദു അശ്ശരീഅ, ശരീഅത്തിൻ്റെ ഇസ്ലാമിക മതനിയമങ്ങളുടെ ലക്ഷ്യം എന്താണ് എന്നുള്ളത്. 5 കാര്യങ്ങളാണ് മഖാസിദ് ശരീഅയിലുള്ളത്. ഈ ശരീഅത്ത് പലപ്പോഴും പല ആളുകൾക്കും ബേജാറാണ്. ആർക്ക്? കേവലം അമുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾക്ക് മാത്രമല്ല, മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾക്ക് പോലും ഈ ലിബറലിസം എന്ന് പറയുന്നൊരു സാധനത്തിൻ്റെ കടന്നുവരവ് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ ഫദായിൽ, അതിൻ്റെ ശ്രേഷ്ഠത, അതിൻ്റെ നിയമങ്ങളുടെ പൂർണ്ണത, കമാലിയ, അതിൻ്റെ പ്രായോഗികത, ഇതിനെ സംബന്ധിച്ചു കൃത്യമായ ഒരു ബോധ്യവും അതിനെ സംബന്ധിച്ചുള്ള ഒരു അറിവും യഥാർത്ഥത്തിൽ ഇല്ലാത്തതാണ് ഇത്തരം ചിന്താഗതികൾക്ക് കാരണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം റദീതു ബില്ലാഹി റബ്ബ വബിൽ ഇസ്ലാമി ദീന വബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയ ഔ റസൂല. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അവൻ്റെ റബ്ബായി, അല്ലാഹുവായി, ഖാലിഖാണ്, മാലിക്കാണ്, റാസിഖാണ്, മുദബ്ബിറാണ്, മുഅ്മിനാണ്, മുഹൈമിനാണ്, അസീസാണ്, ജബ്ബാറാണ്, ഇങ്ങനെ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നാമങ്ങളും അവൻ്റെ വിശേഷണങ്ങളും അതിൻ്റെ തേട്ടങ്ങളും അതിൽ എന്തൊക്കെയാണോ ഉള്ളത് അത് മുഴുവനും അതിലെല്ലാത്തിലും ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു. അങ്ങനെ റബ്ബായി ഞാൻ അള്ളാഹുവിനെ തൃപ്തിപ്പെട്ടിട്ടുണ്ട്. കേവലം റബ്ബായി അള്ളാഹുവിനെ തൃപ്തിപ്പെട്ടു എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കായി നിശ്ചയിച്ചിട്ടുള്ളത് എന്തൊക്കെയുണ്ടോ, അത് ഖദാ ആവട്ടെ ഖദർ ആവട്ടെ. ഖദാ ഖദർ എന്ന് പറഞ്ഞാൽ ആകാശഭൂമികളെ സൃഷ്ടിക്കുന്നതിനും 50,000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ സൃഷ്ടിജാലങ്ങളുടെ മഖാദീർ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് ലൗഹുൽ മഹ്ഫൂദിൽ ഉണ്ട്. അത് രേഖപ്പെടുത്തിയിട്ടുള്ള അള്ളാഹുവിൻ്റെ ആദിയായ ഇൽമിൽ കഴിഞ്ഞു പോയ കാര്യമാണ്. അത് റബ്ബ് സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് റബ്ബിൻ്റെ മശിയത്ത് ഉണ്ടാകുമ്പോഴാണ് ഭൂമിയിൽ, ലോകത്തിൽ കാര്യങ്ങൾ നടക്കുക എന്നുള്ളതാണ്. ഇത് ഒരു ബേസാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ ലോകങ്ങളെ സൃഷ്ടിക്കുന്നതിനും 50,000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അള്ളാഹു അവൻ്റെ സൃഷ്ടിജാലങ്ങളുടെ ഖദർ എന്താണ് എന്നുള്ളത് എന്ത് ചെയ്തിട്ടുണ്ട്? രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. നമ്മൾ നേരത്തെ സംസാരിച്ചിട്ടുണ്ട്. അത് 3 തലങ്ങളിലായിട്ടാണ് 3 സമയങ്ങളിലായിട്ട് അതിൻ്റെ ആ ഒരു ശരീഅത്തെ ഖദറിൻ്റെ വിഷയങ്ങൾ മാറുമെന്നുള്ളത്. മാറുമെന്ന് പറഞ്ഞാൽ എഴുതിയത് മാറുമെന്നുള്ളതല്ല, നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ്. അത് ഒരു മനുഷ്യൻ അവൻ്റെ മാതാവിൻ്റെ ഗർഭപാത്രത്തിൽ 4 മാസം, അതായത് 120 ദിവസം അവൻ്റെ ആയി കഴിയുമ്പോൾ അവനിലേക്ക് റൂഹ് ഊതപ്പെടുകയും അവൻ ഷഖിയാണോ സഈദാണോ, അവൻ സൗഭാഗ്യവാനാണോ ദുർഭാഗ്യവാനാണോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ രേഖപ്പെടുത്തുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്, മലക്കുകൾ നിയോഗിക്കപ്പെട്ടിട്ടുള്ളത്. പിന്നീട് ലൈലത്തുൽ ഖദറിന്റെ വിഷയം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇവിടെ സൂചിപ്പിച്ചതാണ്. അപ്പോൾ ഈ രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾക്ക് മുഴുവനും, ആ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് നിശ്ചയിച്ചിട്ടുള്ളത് മുഴുവനും, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾക്ക് മുഴുവനും, അള്ളാഹു അരുത് എന്ന് പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് വിട്ടകന്നുകൊണ്ടും അള്ളാഹു ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങളെ വളരെ സന്തോഷത്തോടു കൂടി, ഇത് രണ്ടും, ഒരു കാര്യം നമ്മൾ വേണ്ട എന്ന് വെക്കുമ്പോൾ എന്തുണ്ടാവണം? വേണ്ട എന്ന് വെക്കുമ്പോൾ അള്ളാഹ് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ വേണ്ടാന്ന് വെക്കുന്നത്. അതൊരു സന്തോഷത്തോടു കൂടിയാണ്.
അതിലൊരിക്കലും എന്തുണ്ടാവാൻ പാടില്ല? മാനസികമായൊരു ചൊറിച്ചിലുകളും അതിലുണ്ടാവാൻ പാടില്ല. അപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചത് കൊണ്ടാണ് ഞാനത് എന്ത് ചെയ്തത്? വേണ്ട എന്ന് വെച്ചത്. അതാണ് മുഹമ്മദ് റസൂലുള്ള എന്ന് പറയുന്നതിന്റെ അർത്ഥം തന്നെ. കേവലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വേണ്ട എന്ന് വെച്ചു, നമ്മളെ തൊട്ട് തടഞ്ഞു, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? മാറ്റിവെക്കുന്നു എന്ന് മാത്രമല്ല, അതിനേക്കാളുപരി ആ മാറ്റിവെക്കാൻ പറഞ്ഞ കാര്യങ്ങൾ തീർത്തും പേർത്തും എനിക്ക് 2 ലോകവും നഷ്ടപ്പെടുത്തുന്ന കാര്യമായിരിക്കും. ഈ ഒരു തിരിച്ചറിവോട് കൂടി വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് എന്ത് ചെയ്യേണ്ടത്? അവന്റെ റസൂൽ ഒരു കാര്യം നമുക്ക് വിരോധിച്ചാൽ നമുക്ക് അതിനോടുണ്ടാവേണ്ടുന്ന മനോഭാവം. അതുകൊണ്ടാണ് ഉലമാക്കൾ പറഞ്ഞത്, ശൈഖുൽ ഇസ്ലാം മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് എന്താണ് വഅശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നതിന്റെ തേട്ടം, അതിന്റെ മഅന എന്തായിരിക്കണമെന്ന് പഠിപ്പിക്കുന്നുണ്ട്. അതാണ് തസ്ദീഖുഹു ഫീമാ അഖ്ബറ തഅതുഹു ഫീമാ അമറ ഇജ്തിനാബു മാ നഹ അൻഹു വസജർ വഅല്ലാ യുഅബദല്ലാഹു ഇല്ലാ ബിമാ ശറഅ. 4 കാര്യങ്ങളാണ്. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അഖ്ബാറുകളായി, വൃത്താന്തങ്ങളായി, ദൃഷ്ടാന്തങ്ങളായി, ആയാത്തുകളായി, വഹിയായി നമ്മളെ അറിയിച്ചു തന്നിട്ടുള്ള കാര്യങ്ങൾ അതിനെ മുഴുവനും സത്യപ്പെടുത്തണം. രണ്ടാമതായി പറഞ്ഞത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് ചെയ്യാൻ കൽപ്പിച്ച കാര്യങ്ങൾ, അത് ഇബാദത്താവട്ടെ മുആമലാത്താവട്ടെ ഏത് കാര്യങ്ങളാണെങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയായി കൊണ്ട് നമുക്ക് വന്നിട്ടുണ്ട് എങ്കിൽ അതിനെ പൂർണ്ണമായി ഹൃദയത്തോടു കൂടി സന്തോഷത്തോടു കൂടി അത് അനുസരിക്കുക, അത് ചെയ്യുക എന്നുള്ളതാണ്. മൂന്നാമതായി ഇജ്തിനാബു മാ നഹ അൻഹു വസജർ, കാര്യങ്ങളെ തൊട്ട് അല്ലാഹുവിന്റെ റസൂൽ അരുതേ, ഇത് ചെയ്യരുത് എന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ആ പറഞ്ഞ കാര്യങ്ങൾ എങ്ങനെയാണ്? കേവലം ഒഴിവാക്കുകയല്ല, മറിച്ച് എന്ത് വേണം? ഒഴിവാക്കാൻ പറഞ്ഞ കാര്യങ്ങളോട് ഒരു അസംതൃപ്തി, ഒരു വെറുപ്പ് നമുക്കുണ്ടാവണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച രൂപത്തിലല്ലാതെ അല്ലാഹു ആരാധിക്കപ്പെടാൻ പാടില്ല ഇല്ലാ ബിമാ ശറഅ. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ശറഅ ചെയ്തത് പ്രകാരമല്ലാതെ, മതമായി നിയമമായി ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് പഠിപ്പിച്ചത് പ്രകാരമല്ലാതെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ഒരു കാര്യങ്ങളും ചെയ്യാൻ പാടുള്ളതല്ല. പ്രത്യേകിച്ച് ഇബാദത്തിന്റെ വിഷയമാണ് അവിടെ. അപ്പോൾ മനസ്സിലാക്കേണ്ടത്, എന്തെങ്കിലും ഒരു കാര്യം ദീനുൽ ഇസ്ലാം ചെയ്യരുത്, അരുത് എന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവനുണ്ടാവേണ്ടുന്ന അവന്റെ മാനസികാവസ്ഥ എന്തായിരിക്കണം? അള്ളാഹുവിന്റെ റസൂലാണോ പറഞ്ഞത്? തീർച്ചയായും അത് വഹീയുടെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞിട്ടുള്ളത്. അത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഈ ദുനിയാവിലും നാളെ പരലോകവും ഒരേപോലെ നഷ്ടപ്പെടുത്തുന്ന കാര്യങ്ങളല്ലാതെ നമ്മുടെ ഹബീബ് നബീന അലൈഹി അഫ്ളലുസ് സ്വലാത്തു വഅതമ തസ്ലീം ഞങ്ങൾക്ക് വിലക്കുകയില്ല. അതുകൊണ്ട് തന്നെ ഇത് ഹറാമാണ്, ഇതൊരിക്കലും എൻ്റെ ജീവിതത്തിൽ വരാൻ പാടില്ല എന്ന ഒരു വെറുപ്പ് ആ കാര്യത്തിനോടുണ്ടായി. വെറുത്തിട്ടൊന്നിനെ മാറ്റി വെക്കുന്നതും അതല്ലാതെ ഒരു കാര്യം വേണ്ട എന്ന് വെക്കുന്നതും രണ്ടും രണ്ടാണ്. അവിടെ വേണ്ട എന്ന് വെക്കുന്ന ഒരു പ്രവൃത്തിയാണ് നടക്കുന്നതെങ്കിൽ അതിന് 2 മാനസികാവസ്ഥയാണുള്ളത്. അതാണ് ഞാൻ പറഞ്ഞത്, വെറുത്തുകൊണ്ട് ഒരു കാര്യത്തെ മാറ്റിവെക്കുമ്പോൾ തീർച്ചയായും അത് പിന്നീട് നമ്മളിലേക്ക് വരികയില്ല. അതല്ല വേണ്ട എന്ന് വെച്ചു, ആരെങ്കിലും വന്നൊന്ന് പറഞ്ഞാൽ അത് അന്നേരം എടുത്ത് തീരുമാനം ഒന്ന് മാറ്റിക്കൂടെ എന്നൊക്കെ ചോദിച്ചാൽ, അല്ലെങ്കിൽ അത് വേറെ ഏതെങ്കിലും ഒരു രൂപത്തിൽ നമുക്ക് സുന്ദരമായ കാണാനും കേൾക്കാനും ഒക്കെ ഇമ്പമുള്ള തരത്തിലേക്ക് അത് വന്നു കഴിഞ്ഞാൽ അത് സ്വീകരിക്കാൻ നമ്മൾ തയ്യാറായി പോകും. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ അത്തരത്തിലുള്ള വിശദീകരണങ്ങൾ വഅശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്നതിന് നൽകിയത്. അതുകൊണ്ട് സഹോദരങ്ങളെ, പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ ശരീഅത്തിന്റെ വിഷയത്തിൽ നമുക്ക് പൂർണ്ണമായ ഒരു തൃപ്തി അതിനുണ്ടാവണം. അത് അന്യൂനമാണ്, അത് പൂർണ്ണമാണ്, അതിനൊരിക്കലും ഒരു കുറവുമില്ല. ഏറ്റവും മുന്തിയതാണ് ദീനുൽ ഇസ്ലാമിന്റെ ശരീഅത്ത് എന്നുള്ളത്. കേവലം ഈ കിണറ്റിനകത്ത് കിടക്കുന്ന തവളകളെ പോലെ ചില ആളുകൾ വിളിച്ചു പറയാറുണ്ട്, ഒരിക്കലും ശരിയാവാത്തതാണ് ശരീഅത്ത് എന്ന്. ഒരിക്കലും ശരിയാവാത്തല്ല. ഏറ്റവും മുന്തിയത് ശരിയായത്
അതാണ് ശരീഅത്ത്. നിന്റെ ഈ ചലം കെട്ടി നിൽക്കുന്ന നിന്റെ തലച്ചോറുണ്ടല്ലോ, അതാണ് പ്രശ്നം. നിന്റെ ചിന്താഗതി, അതാണ് പ്രശ്നം. അതിന് മാറ്റം വരണം. അതിന് മാറ്റം വന്നാൽ ഇത് റബ്ബ് സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ളതാണ് എന്ന കൃത്യമായ ഒരു ബോധ്യം ഉണ്ടായാൽ അത് സ്വീകരിക്കുന്നതിന് ഒരു തടസ്സവും ഉണ്ടാവുകയില്ല. ഞാൻ പറഞ്ഞു വന്നത് മനസ്സ വാച കർമ്മണ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്ന ഈ ദീനിന്റെ ശരീഅത്ത് അത് പരിപൂർണമായും സ്വീകരിക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് നമ്മൾ മാറണം, നമ്മൾ ഉണ്ടാവണം. അങ്ങനെയാണ് എങ്കിൽ ദീനുൽ ഇസ്ലാമിൻ്റെത് മാത്രമാണ് ഏറ്റവും മുന്തിയതായി എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതല്ല എങ്കിൽ ഇതൊന്നും പോരാ, ഇതിനൊക്കെ എന്തൊക്കെ കുറവുകളുണ്ട്, എന്താ ഇങ്ങനെയൊക്കെ ആയില്ല, ഇങ്ങനെയൊക്കെയല്ല ആവേണ്ടത് എന്ന ഒരു ചിന്താഗതി അത് നമ്മളിൽ വന്നു പോകും. അത് അപകടകരമാണ്. അതുകൊണ്ടാണ് ഈ ലിബറലിസവും അതുപോലെയുള്ള സംഗതികളുമൊക്കെ ഈ സമൂഹത്തിലേക്ക് കടന്നു വന്നിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്, പിന്നീട് താങ്കളെ നാം ഈ മതകാര്യത്തെ സംബന്ധിച്ചൊരു തെളിഞ്ഞ മാർഗത്തിലാക്കിയിരിക്കുന്നു. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഫത്തബിഅഹ, അതിനെ പരിപൂർണമായും പിൻപറ്റണം. ആരോടാ കൽപ്പിക്കണത്? അല്ലാഹുവിന്റെ റസൂല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൽപ്പിക്കണം. എന്നിട്ട് പറയണം, വലാ തത്തബി അഹ്വാ അല്ലദീന ലാ യഅലമൂൻ, അറിവില്ലാത്തവരുടെ ഇച്ഛകളെ, അവരുടെ ദേഹേച്ഛകൾ, ആ കൊണ്ടു നടക്കുന്ന ആളുകളുടെ വഴികളെ നിങ്ങൾ എന്ത് ചെയ്യരുത്? പിൻപറ്റാൻ പാടുള്ളതല്ല എന്ന് പറഞ്ഞു. നോക്കൂ, വളരെ കൃത്യമാണ്. മറ്റുള്ളതെല്ലാം എന്താണ്? ഹവാ ആണ്. ഹവാ എന്ന് പറഞ്ഞാൽ അഹ്വാ എന്ന് പറഞ്ഞാൽ ദേഹേച്ഛ. മനുഷ്യൻ എന്താണോ അവൻ ചിന്തിക്കുന്നത്, അവന്റെ കൽബിലുള്ളത്, അവന്റെ തലച്ചോറിലുള്ളത്, അത് ഒരിക്കലുമല്ല. അത് സ്വർഗപ്രവേശനത്തിനുള്ള മാർഗവുമല്ല. അത് നരകത്തിന്റെ വാതിലാണ്, നരകത്തിന്റെ വഴിയാണ്. فأما من خاف مقام ربه ونهى النفس عن الهوى فإن الجنة هي المأوى. ആരാണോ തന്റെ രക്ഷിതാവിന്റെ മഖാമിനെ ഭയപ്പെട്ടുകൊണ്ട് തന്റെ ഹവകളെ, ദേഹേച്ഛകളെ അമർത്തിപ്പിടിക്കുന്നവൻ, ഒതുക്കി നിർത്തുന്നവൻ, അവന്റെ ആഗ്രഹങ്ങളെയും അവന്റെ ചിന്തകളെയും ഒക്കെ അവൻ അമർത്തിപ്പിടിച്ച് തന്റെ രക്ഷിതാവിന്റെ മഖാമിനെ ഭയപ്പെട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങൾക്ക് വിധേയരായി ജീവിക്കുന്നത്, ഫഇന്നൽ ജന്നത ഹിയൽ മഅവാ, അങ്ങനെയുള്ളവർക്കാണ് അല്ലാഹുവിന്റെ സ്വർഗം. മനസ്സിലായില്ലേ? നമ്മുടെ സങ്കേതം സ്വർഗമാവണമെങ്കിൽ അതിനെന്ത് വേണം? ഹവകളെ കെട്ടിവെക്കണം, അടിച്ചമർത്തണം. എന്നിട്ട് അള്ളാഹുവിന്റെ തൃപ്തി, മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത്, അതിന് പ്രാധാന്യം നൽകണം എന്നുള്ളതാണ്. ഖാല ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാഹ് അന്ന ശരീഅത ജാഅത് ലിതഹ്സീൽ മസാലിഹ് വതക്മീലിഹ വതഅതീൽ മഫാസിദ് വതഖ്ലീലിഹ. ശരീഅത്ത് കൊണ്ടുവരുന്നത് എല്ലാവിധ നന്മകളുടെയും ആ നന്മകളുടെ പൂർത്തീകരണവുമാണ്. അതുപോലെ തന്നെ ശരീഅത്ത് കൊണ്ടുവരുന്നത് എല്ലാവിധ തിന്മകളുടെയും നിരാകരണവും അതിനെ പൂർണ്ണമായും ഇല്ലായ്മ ചെയ്യലുമാണ് പരിശുദ്ധ ശരീഅത്തിന്റെ മഖ്സദ്, അതിന്റെ പൂർണ്ണതയാണ്. അതുകൊണ്ടാണ് ഇമാം ഷാത്തിബി റഹിമഹുല്ലാഹ് പറഞ്ഞത്, ഫഖദ് ഇത്തഫഖത്തുൽ ഉമ്മഹ ബൽ സായിറുൽ മിലൽ على أن الشريعة وضعت للمحافظة على الضروريات الخمس وهي الدين والنفس والنسل والمال والعقل. ഇങ്ങനെ 5 കാര്യങ്ങളാണ് എല്ലാ ഉമ്മത്തും എല്ലാ പണ്ഡിതന്മാരും ഏകോപിച്ച കാര്യമാണ് ശരീഅത്ത് എന്നുള്ളത്. മനുഷ്യന് ഏറ്റവും ആവശ്യമായിട്ടുള്ള 5 കാര്യങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് നിർണയിക്കപ്പെട്ടതാണ് എന്നുള്ളത്. എന്താണ്? 5 കാര്യങ്ങളെ സംരക്ഷിച്ചുകൊണ്ട്. ഏതാണ് 5 കാര്യങ്ങൾ? ഒന്ന് അദ്ദീൻ, ദീനിന്റെ സംരക്ഷണം എന്ന് പറയുന്നത്. 2 വന്നഫ്സ്, എന്താ? നമ്മുടെ ശരീരം. ഒരു ശരീരം എന്ന് പറയുമ്പോൾ എന്തൊക്കെ അതിൽ ഉൾപ്പെടും അതെല്ലാം. 3ാമതായി വന്നസ്ൽ, അവന്റെ പരമ്പര. അതുപോലെ തന്നെ വൽമാൽ, പരമ്പര,
അത് ഞാൻ ഇൻഷാ അല്ലാഹ് വിശദീകരിക്കും. വൽമാൽ, പിന്നെയോ സമ്പത്ത്. വൽ അഖൽ, അഖൽ എന്താ? ബുദ്ധി. അപ്പൊ എന്തൊക്കെ സംരക്ഷിക്കപ്പെടണം? എന്തൊക്കെ സംരക്ഷിക്കപ്പെടണം? ദീൻ സംരക്ഷിക്കപ്പെടണം. പിന്നെ പറയ്. ദീൻ, പിന്നെ നഫ്സ്, പിന്നെ ബുദ്ധി. പിന്നെ 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 പറഞ്ഞുകൊണ്ടിരിക്കണോ? ഈ 5 കാര്യങ്ങൾ എന്ത് ചെയ്യണം? സംരക്ഷിക്കാനുള്ളതാണ്. ഒരു കേടും കൂടാതെ അത് സംരക്ഷിക്കപ്പെടാൻ എന്ത്? ശരീഅത്തിന്റെ ലക്ഷ്യം തന്നെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ 5 കാര്യങ്ങൾ ഏറ്റവും സുന്ദരമായ രൂപത്തിൽ അത് സംരക്ഷിക്കപ്പെടാനുള്ളതാണ്. ഒന്നാമത്തേതാണ് ഹഫ്ദുദ്ദീൻ, ദീൻ അത് സംരക്ഷിക്കപ്പെടുക എന്നുള്ളതാണ്. ദീൻ സംരക്ഷിക്കപ്പെടുക എന്ന് പറയുമ്പോൾ ഒരാളുടെ വിശ്വാസമാണ് അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ മുസ്തഹഖുൽ ലിൽ ഇബാദ, ഇബാദത്തിന് അർഹനായി റബ്ബ് സുബ്ഹാനഹു വ തആല മാത്രമേ ഉള്ളൂ. മനസ്സിലായില്ലേ? അത് വിജനപ്രദേശത്താണെങ്കിലും അല്ല ജനങ്ങളുള്ള സ്ഥലത്താണെങ്കിലും കട്ടിൽ കിടക്കുമ്പോഴാണെങ്കിലും വീട്ടിന്റെ ചാരുകസേരയിൽ ഇരുന്ന് ആടിക്കൊണ്ടിരിക്കുമ്പോഴാണെങ്കിലും അതല്ല പുഴക്കരയിലാണെങ്കിലും കടൽക്കരയിലാണെങ്കിലും കുറ്റിക്കാട്ടിലാണെങ്കിലും എവിടെയാണെങ്കിലും വിളിച്ചു പ്രാർത്ഥിക്കാൻ അതിന് അർഹതപ്പെട്ടത്, അതിന് അവകാശമുള്ളത്, അതിന് യോഗ്യനായിട്ടുള്ളത് ഖാലിഖും മാലിക്കും റാസിക്കുമായ ആകാശഭൂമികളെ മുഴുവനും പടച്ചു പരിപാലിക്കുന്ന റബ്ബ് സുബ്ഹാനഹു വ തആലയെ മാത്രമാണ്. അവനാണ് അതിന് അർഹനായിട്ടുള്ളത്. ദാലിക ബിഅന്നല്ലാഹ ഹുവൽ ഹഖ് വഅന്ന മാ യദ്ഊന മിൻ ദൂനിഹി അൽ ബാത്തിൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഹജ്ജിന്റെ 62-ാമത്തെ വചനം, സൂറത്തുൽ ലുഖ്മാനിന്റെ 30-ാമത്തെ വചനം ഒരു ചെറിയ വ്യത്യാസം. ദാലിക ബിഅന്നല്ലാഹ ഹുവൽ ഹഖ് വഅന്ന മാ യദ്ഊന മിൻ ദൂനിഹി അൽ ബാത്തിൽ. മറ്റേ വചനത്തിലോ മിൻ ദൂനി ഹുവൽ ബാത്തിൽ. അപ്പൊ ഹുവ എന്നൊരു പദം ഈ ആയത്തിൽ കൂടി വന്നു എന്നുള്ളതല്ലാതെ 2 ആയത്തുകളും ഒരേപോലെയാണ്. അള്ളാഹ് ആവർത്തിച്ചു പറഞ്ഞത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ മാത്രമാണ് ഹുവ ദാലിക ഹുവൽ ഹഖ്, അവൻ മാത്രമാണ് അർഹനായിട്ടുള്ളത്. എന്തിനാ അർഹനായിട്ടുള്ളത്? വഅന്ന മാ യദ്ഊന മിൻ ദൂനിഹി അൽ ബാത്തിൽ. അവനെ പുറമെ വിളിച്ചു പ്രാർത്ഥിക്കപ്പെടുന്നത് എന്തൊക്കെയുണ്ട് അത് മുഴുവനും എന്താണ്? ബാത്തിലാണ്. നോക്കൂ, ഈ ഒരു ഹക്ക്, ഈ ഒരു വിഷയം, അതിൽ ഏതെങ്കിലും തരത്തിലൊരു കോട്ടം സംഭവിച്ചാൽ അവന്റെ ദീൻ എന്ത് ചെയ്തു? പൊളിഞ്ഞു. അവന്റെ ദീൻ പൊളിഞ്ഞു. ദീനിന്റെ സംരക്ഷണം എന്ന് പറഞ്ഞാൽ ഏറ്റവും ആദ്യം അതെന്താണ്? നമ്മുടെ വിശ്വാസം അത് സംരക്ഷിക്കപ്പെടലാണ്. അതിനാ ഉലമാക്കൾ പറഞ്ഞ കാര്യങ്ങൾ, അതിന്റെ വിശദീകരണങ്ങൾ, അതിന്റെ ചില സാങ്കേതികമായ ചില പദപ്രയോഗങ്ങളുടെ ഡെഫിനിഷൻസ് അത് പഠിപ്പിക്കപ്പെട്ടതുപോലെ നമ്മൾ മനസ്സിലാക്കണം. ഇസ്ലാം എന്ന് പറഞ്ഞാൽ അതിന്റെ ഡെഫിനിഷൻ എന്താ? അൽ-ഇസ്തിസ്ലാമു ലില്ലാഹി ബിത്തൗഹീദി വൽ-ഇൻഖിയാദു ലഹു ബിത്താഅതി ബറാഅതു മിൻ ശിർകി വഅഹ്ലി. എന്താ പറഞ്ഞത്? അൽ-ഇസ്തിസ്ലാമു, അത് പരിപൂർണമായ സമർപ്പണമാണ്. ആർക്ക്? ലില്ലാഹി, ഏകനായ അല്ലാഹുവിന്. എങ്ങനെ? ബിത്തൗഹീദി, അവന്റെ തൗഹീദിലായിക്കൊണ്ട്, റബ്ബ് സുബ്ഹാനഹു വ തആലയെ മാത്രം ഏകനാക്കിക്കൊണ്ട് അവനുള്ള ഇബാദത്തിൽ, ആ ഇബാദത്തിന്റെ വിഷയങ്ങൾ എന്തൊക്കെയുണ്ട് അതിലൊക്കെ അങ്ങനെ റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് എന്ത് ചെയ്യണം? കീഴൊതുങ്ങുക എന്നുള്ളതാണ്, അവന് കീഴ്പ്പെടുക എന്നുള്ളതാണ്. വൽ-ഇൻഖിയാദു ലഹു ബിത്താഅതി, അല്ലാഹു സുബ്ഹാനഹു വ തആലക്കുള്ള ഇത്താഅത്തിലായിക്കൊണ്ട്, അവനുള്ള അനുസരണത്തിൽ. അതുപോലെ തന്നെ ബറാഅതു മിൻ ശിർകി വഅഹ്ലി, ഷിർക്കിൽ നിന്നും അതിന്റെ ആളുകളിൽ നിന്നും, അതിൽ നിന്നും പൂർണ്ണമായി നമ്മൾ എന്ത് ചെയ്യണം? ബറാഅത്ത് ഉണ്ടാവണം, നമ്മൾ ഒഴിവാകണം. ഷിർക്കും അതിന്റെ ആളുകളും. എന്തിനാ ഷിർക്ക് എന്ന് മാത്രം പറഞ്ഞു അതിന്റെ ആളുകളെ പറ്റി പറയുന്നത്? മനുഷ്യന്മാരെ പഴപ്പിക്കാൻ 2 വിഭാഗം ഉണ്ടാവും. അത് മനുഷ്യരിൽപ്പെട്ട പിശാചുക്കളും ജിന്നുവർഗത്തിൽപ്പെട്ട പിശാചുക്കളും. നമ്മളത് പ്രത്യേകം മനസ്സിലാക്കണം. അതുകൊണ്ടാ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് എന്താണ്? സൂറത്തുൻ നാസിൽ മിൻ ശർരി മാ മിനൽ ജിന്നത്തി വന്നാസ്. കണ്ടോ?
അപ്പൊ മനുഷ്യന്മാർ ഉണ്ടാക്കുന്ന വസ്വാസുകൾ അതെന്താ? റബ്ബിൽ നിന്നും തെറ്റിച്ച് റബ്ബിന്റെ മഖ്ലൂക്കുകളിലേക്ക്. നിങ്ങൾ എത്ര നാളായി ഈ കുട്ടീനെ കൊണ്ട് ചികിത്സിച്ച് നടക്കുന്നു? നിങ്ങൾ എത്ര നാളായി ഇത് നടക്കാൻ തുടങ്ങിയിട്ട്? എന്ത് ചെയ്യാം? ഇത്ര അവിടെ ഇവിടെയൊക്കെ പോയില്ലേ? ഒരു കുഞ്ഞ് എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞ് എന്ന് പറഞ്ഞാൽ ഒരു പിതാവിനെ സംബന്ധിച്ചിടത്തോളം, ഒരു മാതാവിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഈ ദുനിയാവിലെ ഏറ്റവും വലിയൊരു സമ്പത്തായി കാണുന്ന ഒരു സംഗതിയാണ്. പലപ്പോഴും പല മാതാപിതാക്കൾ പറയാറുണ്ട്, അതിൻ്റെ തെറ്റു ശരിയല്ല ഞാൻ ഇവിടെ പരതുന്നത്, എൻ്റെ മക്കൾക്ക് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത് എന്ന് പലപ്പോഴും പറയാറുണ്ട്. ഒരു 10-25 വയസ്സ് കല്യാണം കഴിഞ്ഞൊരു കുട്ടിയായി കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ ജീവിതം മുഴുവനും ഈ കുട്ടികളെ കരക്കടുപ്പിക്കുന്ന വിഷയത്തിൽ, അവൻ്റെ ഭാവി ഭദ്രമാക്കുന്ന വിഷയത്തിൽ എങ്ങനെയാണ് മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം. അങ്ങനെയുള്ള ഒരു പിതാവിൻ്റെ, ഒരു മാതാവിൻ്റെ അടുക്കലേക്ക് തൻ്റെ കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി നിങ്ങളൊന്ന് ഇങ്ങോട്ട് പോകൂ. എങ്ങോട്ട്? ഒന്ന് ഭീമാപ്പള്ളിയിലേക്ക് പോകൂ, അല്ലെങ്കിൽ മമ്മാത്ത തങ്ങളുടെ അടുക്കലേക്ക് പോകൂ, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് ഇന്നൊരാൾ ഇരിപ്പുണ്ട്, അയാൾ എന്ത് ചെയ്യും? ഇങ്ങനെയുള്ള ചികിത്സകളാണ്, പെട്ടെന്ന് നിങ്ങളുടെ കുഞ്ഞിൻ്റെ അസുഖം ഭേദപ്പെടും, ഒന്ന് തടകിയാൽ മതി, ഒന്ന് തൂത്താൽ മതി. ഇത് കേൾക്കുമ്പോൾ എന്ത് ചെയ്യും? ചിലപ്പോൾ ഇവിടെ ചില ചികിത്സകരിരിക്കുന്ന അള്ളാഹുവിനറിയാം അതിനെന്താണ്, ഇങ്ങനെ പിടിച്ചയാളെല്ലാം ശരിയാക്കും, എല്ലാ രോഗം ശരിയാക്കും എന്ന് പിടിച്ചിട്ട്. പഠിച്ചെനിക്കറിയാം. അപ്പൊ ഈ രൂപത്തിൽ കേൾക്കുമ്പോൾ ഇങ്ങനെ മനുഷ്യരെ, അപ്പൊ ഒന്ന് അങ്ങോട്ട് പോയി നോക്കൂ. അപ്പൊ ആളെന്ത് ചെയ്യും? ഒന്നങ്ങോട്ട് പോയി, ഇങ്ങനെ കരിയിലെ കാറ്റ് പോലെ അവിടെ നിന്ന് ഇങ്ങോട്ട്, ഇവിടെ നിന്ന് ഇങ്ങോട്ട് കാറ്റിനനുസരിച്ച് പാറിപ്പോകുന്ന രൂപത്തിൽ ഒരാൾ ആവുക, വിശ്വാസി ആവൂല. ഇതുണ്ടാവുമെന്നുള്ളതാണ്. അപ്പൊ റബ്ബിൽ മാത്രം തവക്കുൽ ചെയ്ത് ആ റബ്ബിനെ അവനോട് പ്രാർത്ഥിച്ച് അവനിൽ പരിപൂർണമായും വിശ്വസിച്ച് അവന്റെ വിധിവിലക്കുകൾക്ക് കീഴ്പ്പെട്ട് അവന് ഇബാദത്തുകൾ ചെയ്ത് ഒരു തരത്തിലും ശിർക്കിന്റെ ഒരു ലാഞ്ചന പോലും കടന്നു വരാത്ത വിധത്തിൽ തൻ്റെ ദീൻ എന്ത് ചെയ്യണം? സംരക്ഷിക്കപ്പെടണം. അതാണ് ബറാഅത്തു മിൻ ശിർക്ക് വ അഹ്ലിഹി എന്ന് പറഞ്ഞത്. ഷിർക്കിന്റെ ബഹുദൈവാരാധകരായിട്ടുള്ള ആളുകൾ ചിലപ്പോൾ ചുറ്റുപാടും ഉണ്ടാവാം. അവരുമായിട്ടുള്ള ഇടപാടുകൾ, ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു അന്യമതക്കാരുടെ ആഘോഷ പരിപാടികളിൽ പങ്കെടുക്കാതിരിക്കണം എന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇതാണ്. എന്താണ് കാരണം? വിശ്വാസപരമായി അവരിലുണ്ടാവുന്ന അത്തരം കാര്യങ്ങൾ അവരുമായി സമരസപ്പെട്ട് കഴിഞ്ഞാൽ, അവരുമായി അമിതമായ ഒരു ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ, ആ മക്കളൊന്ന് കൺട്രോൾ ചെയ്യും. അതിൻ്റെ മാതാപിതാക്കൾ കൂടെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് പിടിക്കൂ. പ്രത്യേകിച്ച് പള്ളിയിലൊക്കെ വന്ന കുട്ടികളോട് അടങ്ങിയിരിക്കാൻ പറയണം കുട്ടികളോട്. ഇല്ലെങ്കിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് അനുസരണം ഉണ്ടാവില്ല, ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാവും. ഇവിടെ വന്നിരിക്കും, എവിടെ നമ്മൾ അതുകൊണ്ടാണ് പറയുന്നത്, എന്ത്? അവരുടെ വിശ്വാസപരമായ കാര്യങ്ങളിൽ ഒരു സൂചി കൊണ്ട് കുത്തിയിട്ട് അത് പല ലക്ഷങ്ങളായി ഭാഗിച്ചിട്ട് പിന്നൊരു തരത്തിലുണ്ടല്ലോ. എന്നിട്ടും അത്ര പോലും ഷിർക്കിന്റെ ഒരു ലാഞ്ചന നമ്മളിലേക്ക് കടന്നു വരാതിരിക്കാൻ അവരുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കണമെങ്കിൽ ബന്ധം വിച്ഛേദിക്കേണ്ടി വരും. അതൊക്കെ ദീനുൽ ഇസ്ലാം പറയുന്നത്. കാരണം എന്താണ്? അവന്റെ വിശ്വാസം, അവന്റെ ദീനിന്റെ നെടുന്തൂണ അത് സംരക്ഷിക്കപ്പെടണം എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? വൽതകും മിൻകും ഉമ്മത്ത് യദ്ഊന ഇലൽ ഖൈർ വയഅ്മുറൂന ബിൽ മഅറൂഫ് വയൻഹൗന അനിൽ മുൻകർ വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. എന്താ ഇതിന്റെ തേട്ടം? ഈ ദീൻ സംരക്ഷിക്കപ്പെടാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ച സംവിധാനം അതാണ് അദ്ദഅവതു ഇലല്ലാഹ്. ദീൻ സംരക്ഷിക്കപ്പെടാൻ, നമ്മുടെ വിശ്വാസം അത് സംരക്ഷിക്കപ്പെടാൻ, റബ്ബിന്റെ മാർഗത്തിൽ നമ്മൾ തെറ്റിപ്പോവാതിരിക്കാൻ, സഹോദരങ്ങളെ, വല്ലാഹി ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, അള്ളാഹുവിന്റെ ദഅവത്തിന്റെ, ദീനി ദഅവത്തിന്റെ മാർഗത്തിൽ നിന്നും ഒരു തരിമ്പ് പോലും നമ്മൾ പിന്നോട്ട് പോകാൻ പാടില്ല. പിന്നെ നമ്മളെ പിടികൂടുന്നത് ഏത് തരത്തിലുള്ള അപകടമാണ് എന്നുള്ളത് അത് പറയാൻ പറ്റില്ല. അനുഭവിച്ചിട്ടുള്ള ആളുകൾക്ക് അത് ബോധ്യമാവും. പല തരത്തിലുള്ള പ്രശ്നങ്ങൾ നമുക്കുണ്ടാവും, ഉറപ്പാണുണ്ടാവും, ഉറപ്പാണതുണ്ടാവും. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ല അല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്തി വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ് സബ്ർ. എന്തിനാ? ഹക്ക് കൊണ്ട് പരസ്പരം നിങ്ങൾ ഉപദേശിക്കണം, എന്നിട്ട് നിങ്ങൾ എന്ത് ക്ഷമിക്കാൻ വേണമെന്ന് പറയാൻ കാരണം എന്താ? ഹക്ക് കൊണ്ട് പരസ്പരം
ഉപദേശിക്കുമ്പോൾ അതുമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഒറ്റപ്പെട്ടേക്കാം, നിങ്ങളുടെ അഭിമാനം ചീന്തപ്പെട്ടേക്കാം, നിങ്ങൾ വല്ലാത്ത രൂപത്തിൽ മാറ്റി നിർത്തപ്പെട്ടേക്കാം. ഏതൊക്കെ രൂപത്തിൽ നിങ്ങളെ പ്രയാസങ്ങൾ കൊണ്ട് മൂടാൻ പറ്റും അത്തരം രൂപത്തിലൊക്കെ വരും. നമ്മുടെ വിശ്വാസത്തെ റബ്ബ് സുബ്ഹാനഹു വ തആല പരീക്ഷിക്കേണ്ടതാണ്. അപ്പോൾ ഫുലാൻ ഇങ്ങനെ കാണിച്ചു, ഫുലാൻ ഇങ്ങനെ പറഞ്ഞു, ഫുലാൻ ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ഈ ദീനി ദഅവത്തിൽ നിന്നും ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, വിട്ടു നിൽക്കാൻ പാടില്ല. അതൊക്കെ ആര് പിന്നെ വിതച്ചിട്ടുണ്ടെങ്കിലും അവരെന്ത് ചെയ്യും, കൊയ്യുക തന്നെ ചെയ്യും. ഉപ്പ് തിന്നാൻ വെള്ളം കുടിക്കും. തോന്നിയാസങ്ങൾ അത്തരത്തിലുള്ള മേഖലകളിൽ ആരെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അത് റബ്ബ് സുബ്ഹാനഹു വ തആല കാണുക തന്നെ ചെയ്യും. അതുകൊണ്ട് മുഖ്ലിസാണോ, മുത്തഖിയാണോ, റബ്ബിനെ സൂക്ഷിക്കുന്നവനാണോ, തീർച്ചയായും അവന് തന്നെയായിരിക്കും ആത്യന്തിക വിജയമുണ്ടാവുക ഈ ദുനിയാവിൽ നാളെ പരലോകത്ത്. അതുകൊണ്ട് ബേജാറാവേണ്ടതില്ല. എന്ത് പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടെങ്കിൽ ഇത് ഈ മേഖലകളിൽ നിന്നും എന്നെ പിടിച്ചു വലിക്കാൻ എനിക്കുണ്ടായിട്ട്, അല്ലെങ്കിൽ അവിടെ എൻ്റെ വിശ്വാസത്തിന്റെ റബ്ബ് എന്ത് ചെയ്യണം, പരീക്ഷിക്കണം. അലിഫ് ലാം മീം അഹസിബന്നാസ് അയ്യുത്റകൂ വയഖൂലു ആമന്നാ വഹും ലാ യുഫ്തനൂൻ വലഖദ് ഫതന്ന الذين من قبلهم فليعلمن الله الذين صدقوا وليعلمن الكاذبين. അതാ ജനങ്ങൾ കണക്കാക്കണ്ടോ, അവരങ്ങനെ വെറുതെ വിടപ്പെടുമെന്ന് അവർ വിശ്വസിച്ചു എന്നതിന്റെ പേരിൽ പരീക്ഷിക്കപ്പെടാതെ വെറുതെ വിടപ്പെടുമെന്ന് അവർ കരുതുന്നുണ്ടോ? ഇല്ല. വലഖദ് ഫതന്ന الذين, വളരെ കട്ടിയോടുകൂടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. ലഖദ് വലഖദ് ലാം ഖദ് എന്നുള്ള പ്രയോഗത്തിന്റെ കൂടെ കൂടി കഴിഞ്ഞാൽ, ലാം തഅക്കീദ് ഖദിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താണ്, സഖീലാനിന്റെ നൂന് കൊണ്ട് അവസാനത്തിൽ വലഖദ് ഫതന്ന الذين, ലഖദ് ഫതന്ന എന്നുള്ളത് എന്താണ്, നൂന് തഅക്കീദാണ്. ഇങ്ങനെ ഉറപ്പിച്ച് ചെയ്തിരിക്കും, അങ്ങനെ ഉണ്ടാവുക തന്നെ ചെയ്യും. ഇത് റബ്ബ് പറഞ്ഞതാ. പരീക്ഷകൾ നമുക്കുണ്ടാവുക തന്നെ ചെയ്യും. ഏതുപോലെ പരീക്ഷിക്കും? നിങ്ങൾക്ക് മുൻകഴിഞ്ഞു പോയ ആളുകൾ പരീക്ഷിക്കപ്പെട്ടതുപോലെ നിങ്ങൾ പരീക്ഷിക്കപ്പെടും. അമ്പിയാക്കന്മാരുടെ ചരിത്രങ്ങളിൽ സമയം വൈകിയത് കൊണ്ട് ഞാൻ അവിടേക്ക് കിടക്കുന്നില്ല. ഈ മഖാസിദ് ഷഹീദാന് പൂർണ്ണമാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം. അതുകൊണ്ട് ദഅവ ആ മേഖലയിൽ നമുക്ക് എന്തുണ്ടാവാൻ പാടില്ല, ഒരു പിന്നോട്ടുണ്ടാവാൻ പാടില്ല, ഒരു പിന്നോക്കം നമുക്ക് ഉണ്ടാവാൻ പാടില്ല. അതുപോലെ തന്നെ ദീനിലില്ലാത്തത് ഒരാൾ പുതിയതായി കൊണ്ടുവന്ന അതെന്ത് ചെയ്യും, ദീനിനെ ഹിഫാദത്ത് ചെയ്യോ, അത് പൊളിക്കോ? നമ്മളിവിടെ സംസാരിക്കണം എന്താണ്, ഹിഫാദത്ത് ദീനാണ് അല്ലെ, ദീനിന്റെ സംരക്ഷണമാണ്. അപ്പോൾ ദീനിലില്ലാത്തത് പുതുതായി ഇല്ല. അത് എത്ര ചെറിയ കാര്യമാണെങ്കിലും ഖാല അല്ലാഹു വഖാല റസൂലുഹു, അല്ലാഹു പറഞ്ഞു, അവന്റെ റസൂല് പറഞ്ഞു, സഹാബത്ത് ഇങ്ങനെയാണ് മനസ്സിലാക്കിയത്, അവർ ഇങ്ങനെയാണ് ചെയ്തത്. ഇത് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളെ പണ്ഡിതന്മാരെന്താ പറയുന്നത് ആ വിഷയത്തിൽ? ഫുലാൻ എന്താ പറയേണ്ടത്? ഫുലാനും ഉലമ എല്ലാവർക്കും തെറ്റുപറ്റും. തെറ്റുപറ്റാത്തൊന്നു മാത്രമേ ഉള്ളൂ. അതെന്താ? അത് അള്ളാഹുവിന്റെ കലാമിനാണ്, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുസുന്നത്തിനാണ്. അത് സഹാബത്ത് മനസ്സിലാക്കിയ രൂപത്തിൽ ഏറ്റവും കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അവിടെ സംഘടനാ സങ്കുചിതത്വം ഉണ്ടാവാൻ പാടുള്ളതേ അല്ല. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതാണ് നബീന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, മൻ അഹ്ദഥ ഫീ അംറിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. ഈ ദീനിലില്ലാത്തത് പുതിയതായി ആരെങ്കിലും മതത്തിന്റെ ഭാഗമാണ്, മതമാണ് എന്ന് പറഞ്ഞു കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അത് മുഴുവനും എന്ത് ചെയ്യണം, തള്ളപ്പെടേണ്ടതാണ് എന്നുള്ളത്. അസാനി, രണ്ടാമത്തേത് സാനിയൻ എന്താണ്, ഹിഫ്ളു നഫ്സ്, നഫ്സിനെ ഹിഫ്ളു ചെയ്യാൻ, സംരക്ഷിക്കാൻ. യാ ബനി ആദം ഖുദൂ സീനതകും ഇൻദ കുല്ലി മസ്ജിദിൻ വകുലൂ വശ്റബൂ വലാ തുസ്രിഫൂ ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നമ്മൾ എന്ത് ചെയ്യരുത്, അതിര് കവിയുന്ന ആളുകളായി നമ്മൾ മാറരുത്. പലപ്പോഴും ഈ അതിര് കവിയൽ ഏത് വിഷയങ്ങളിലാണെങ്കിലും അതിര് കവിയുന്ന ഒരവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് അപജയങ്ങളാണ് ഉണ്ടാവുക, അപകടങ്ങളാണ് ഉണ്ടാവുക. ഇപ്പൊ ദീനി വിഷയങ്ങൾ, ഇപ്പൊ ചില ആളുകൾ എന്താ ചെയ്യാറില്ല, പരസ്പരം കണ്ടിട്ടുണ്ടെങ്കിൽ മിണ്ടും കൂടിയില്ല, സലാം പറയും കൂടിയില്ല. എന്നാൽ അവർ അവരെ പരിചയപ്പെടുത്തുന്നത്, അല്ലെങ്കിൽ മറ്റുള്ളവർ അവരെ പരിചയപ്പെടുത്തുന്നത് എങ്ങനെയാ? ദീനിന്റെ നടുഗണ്ഡമാണ് ഇവര് എന്നാണ്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താ? അൽ മുസ്ലിമു അൽ മുസ്ലിം, മുസ്ലിമിനോട് എന്താണുള്ളത്? എത്ര കടമകളാണ്. സലാം പറയണം, കണ്ടാൽ മുഖത്തൊക്കെ ചിരിക്കണം. അതെന്ത് ചെയ്ത് കാറ്റിൽ പറത്തിയിട്ട് പിന്നെ ദീനാവും കൊണ്ട് നടക്കണത്? പക്ഷെ അവനെ പറ്റി പറയില്ല എന്താണ്? അവൻ ദീനിന്റെ നടുങ്കണ്ടമാണ് എന്നുള്ളത്. ഈ രൂപത്തിൽ സഹോദരങ്ങളെ അതൊരുപാട് വിശദീകരിച്ച് പറയേണ്ടുന്ന ചില കാര്യങ്ങൾ അക്കൂട്ടത്തിലുണ്ട് എന്നുള്ളതാണ്. വലാ തഖ്തുലു അൻഫുസകും, നിങ്ങൾ നിങ്ങളുടെ നഫ്സിനെ നിങ്ങൾ എന്ത് ചെയ്യരുത്? വധിക്കരുത്, കൊല്ലരുത്. വലാ തഖ്തുലു നഫ്സല്ലതി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്, അകാരണമായി ഒരാളുടെയും അവന്റെ ജീവൻ എന്നുള്ളത് മാത്രമല്ല അവന്റെ അഭിമാനം ഒരു തരത്തിലും, ഒരു മനുഷ്യനെ ഒരു തരത്തിലും ഉപദ്രവിക്കാൻ, അവന് ദ്രോഹമുണ്ടാക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ പാടുള്ളതല്ല. പ്രത്യേകിച്ചും അവൻ അള്ളാഹു നൽകിയ വലിയ ഒരു നിഅമത്താണ് അവന്റെ ആയുസ് എന്ന് പറയുന്നത്. ആ ആയുസ്സിനെ വെട്ടിയെടുക്കുന്ന ഒരു പരിപാടി അതാർക്കെങ്കിലും ഉണ്ടെങ്കിൽ, അതാരെങ്കിലും ചെയ്യുന്നുണ്ട് എങ്കിൽ തീർച്ചയായും അത് ഏറ്റവും മോശമായതാണ്. മാത്രമല്ല നരകത്തിന് അത് ചെയ്യുന്ന ആൾ നരകത്തിന് അവകാശിയായി തീരുന്നതാണ്. അവൻ അവിടെ നിന്ന് രക്ഷപ്പെടാൻ പോകുന്നില്ല എന്നൊക്കെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയും. വമൻ യഖ്തുൽ മുഅ്മിനൻ, ഒരു മുഅ്മിനിനെ മുതഅമ്മിദൻ, ആരെങ്കിലും കൊല ചെയ്യുകയാണ്, എങ്ങനെ? അറിഞ്ഞുകൊണ്ട്, മുതഅമ്മിദൻ, മനഃപൂർവ്വം, ഫജസാഉഹു, അപ്പോൾ അവന്റെ ജസാ, അവന്റെ പ്രതിഫലം എന്താണ്? ജഹന്നമു. എന്താണ്? ജഹന്നം, നരകമാണ്. ഖാലിദൻ ഫീഹ, അതിൽ അവൻ എന്തായിരിക്കും? നിത്യവാസിയായിരിക്കും. വഹദിബല്ലാഹു അലൈഹി വലഅനഹു, അല്ലാഹുവിന്റെ കോപവും അതുപോലെ തന്നെ അവന്റെ ശാപവും അവന്റെ മേലുണ്ടായിരിക്കും. വഅഅദ്ദ ലഹു അദാബൻ അദീമ, അതിവേദനയേറിയ വലിയ ശിക്ഷ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് വേണ്ടിയിട്ട് ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഒരാളെയും എന്ത് ചെയ്യാൻ പാടില്ല? കൊല്ലാൻ പാടില്ല എന്നുള്ളതാണ്. ഒരാളെയും വധിക്കാൻ പാടുള്ളതല്ല എന്നുള്ളതാണ്. മൂന്നാമത്തേത് ഹിഫ്ദുൽ അഖൽ, അഖൽ, നമ്മുടെ ബുദ്ധി അത് സംരക്ഷിക്കപ്പെടണം എന്നുള്ളതാണ്. الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والارض. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ രാത്രികൾ ഉറങ്ങുമ്പോൾ ഇടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എഴുന്നേൽക്കും. ആ എഴുന്നേൽക്കുന്ന സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സൂറത്തു ആലി ഇംറാനിലെ ഈ അവസാനത്തെ 10 ആയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യും? പാരായണം ചെയ്യും. കിടക്കയിൽ എഴുന്നേറ്റിരുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യുന്നതാണ്. എന്നിട്ടാണ് അല്ലാഹുവിന്റെ റസൂൽ എന്ത് ചെയ്യുന്നത്? അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുക. പിന്നീട് എഴുന്നേറ്റ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റു പ്രഭാത കൃത്യങ്ങൾ മുഴുകി അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കാനായിട്ട് പോകും എന്നുള്ളതാണ്. എന്താ ഈ ആയത്തിന്റെ തേട്ടം? വളരെ വിശദമായി പറയേണ്ടതാണ്. ഇവിടെ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والارض, റബ്ബ് സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ച് ഉറ്റാലോചിക്കുന്ന, പര്യാലോചിക്കുന്ന ഒരു അവസ്ഥയെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ പരിശുദ്ധ ഖുർആനിലൂടെ ആയത്തുകൾ എമ്പാടുമുണ്ട്. അല്ലാഹുവിനെ സംബന്ധിച്ചുള്ള ഓർമ്മകൾ, ചിന്തകൾ, അത് മാത്രമാണ് നമ്മുടെ അഖലിനെ, നമ്മുടെ ബുദ്ധിയെ അതിനെ പരിരക്ഷിക്കാൻ, അതിനെ രക്ഷപ്പെടുത്തി വെക്കാൻ ഉതകുന്ന ഒരു കാര്യം എന്നുള്ളതാണ്. അവർ ചിന്തിക്കണില്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കണം, അഖൽ കൊണ്ട്, ബുദ്ധി കൊണ്ട്. ആ ബുദ്ധി എന്താണ്? അവന്റെ ബുദ്ധി ഉപയോഗിക്കേണ്ടത് ഏറ്റവും നല്ലത് രൂപത്തിലാണ്, ഏറ്റവും നല്ലതിന് വേണ്ടിയാണ്. അതെന്താണ് ഏറ്റവും നല്ലത്? ഒന്നാമത് റബ്ബ് സുബ്ഹാനഹു വ തആലയെ അറിയാൻ, അള്ളാഹുവിനെ അറിയാനാണ് ഒന്നാമത്തേത്. പിന്നീടോ അത് ചിന്തിച്ച് റബ്ബ് സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ച് ഉറ്റാലോചിച്ചുകൊണ്ട് റബ്ബിലേക്കുള്ള മടക്കം, അതിനാണ് മനുഷ്യൻ തൻ്റെ ബുദ്ധി ഉപയോഗിക്കേണ്ടത്. അങ്ങനെ ഖുർആൻ പാരായണം ചെയ്യേണ്ടതും ആ രൂപത്തിലാണ്. ഇങ്ങനെയൊക്കെ പരിശുദ്ധ ഖുർആനിലൂടെ ഓടിയാൽ നമുക്ക് കാണാൻ സാധിക്കും ഒരുപാട് കാര്യങ്ങൾ. മനുഷ്യന്റെ ബുദ്ധിയെ മറച്ചു കളയുന്ന എന്തൊക്കെയുണ്ട് അത് മുഴുവനും നിഷിദ്ധമാണ്, ഹറാമാണ്. അത് കള്ളാണെങ്കിലും NDMA ആണെങ്കിലും വേറെ ഏതാണെങ്കിലും ഏറെ രൂപത്തിലുള്ളതാണെങ്കിലും ഒക്കെ ഇൻഷാ അല്ലാഹ് മറ്റൊരവസരത്തിൽ നമുക്ക് ബാക്കി കാര്യങ്ങൾ വിശദീകരിക്കാം. നോമ്പ് തുറക്കാനുള്ള സമയമായതുകൊണ്ട് അവസാനിപ്പിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഈ പറഞ്ഞതും കേട്ടതുമായ കാര്യങ്ങൾ അതിൽ ഏറ്റവും നല്ലത് പിൻപറ്റാനും അത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാനുമുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചു പോയിട്ട് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു സദസ്സ് പിരിയുമ്പോൾ പൂർണ്ണമായും
ഒരു പാപം പോലും അവശേഷിക്കാത്ത രൂപത്തിൽ നമ്മുടെ പാപങ്ങളെ മുഴുവൻ പുറത്തു തരുന്ന സൗഭാഗ്യവന്മാരുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളിൽ, നമ്മുടെ ഇണകളിൽ കൺകുളിർമയേറ്റി നൽകുമാറാവട്ടെ. നമ്മളാകുന്ന മക്കളെ കൊണ്ട് നമ്മുടെ മാതാപിതാക്കൾക്കും അള്ളാഹു കൺകുളിർമ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഹദാ വല്ലാഹു അഅലം വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.